ഹായ് കൂട്ടുകാരെ, ഡിസ്പ്ലേ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചക്ക കൊണ്ടുള്ള ഒരു ബോണ്ടയാണ്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സൂപ്പർ റെസിപ്പിയാണിത്. അതിനായി നമ്മൾ പ്രധാനമായി എടുക്കുന്നത് വരിക്കച്ചക്കയാണ്. അതിലത്തെ കുരു ഒന്നും നമുക്ക് ആവശ്യമില്ല, എല്ലാം ചുളയാണ് എടുക്കുന്നത്. നമുക്ക് ആവശ്യത്തിന് ചുളയെടുത്ത് നമ്മൾ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അത് നന്നായി അരച്ചെടുക്കുക. ഇത് അരയ്ക്കുമ്പോൾ നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ചുള തന്നെ നന്നായി അരച്ചെടുക്കുക. ഇതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിലാവും. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 3 സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പ് കൂടി ഞാനിവിടെ ചേർക്കുന്നുണ്ട്. ഇനി കുറച്ച് കളർ വരാൻ വേണ്ടി ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം. ഒരു കുഴമ്പ് രൂപത്തിലായി കിട്ടും. അതുവരേക്കും മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. ഈ കുഴമ്പ് രൂപമായതിനെ കുറച്ചും കൂടി തിക്നെസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇനി 2-3 ഏലക്ക പൊടിച്ചത് അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി കൂടി മിക്സ് ചെയ്യാം. അരിപ്പൊടി ചേർക്കുമ്പോൾ നമ്മൾ ചക്ക എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ 1/4 ഭാഗമേ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ. ചക്കയാണ് കൂടുതലായിട്ട് വരേണ്ടത്, അരിപ്പൊടി കുറവാണ് വരേണ്ടത്. ചക്കയുടെ ടേസ്റ്റ് രുചി അഥവാ മാറിപ്പോകും. ഇനി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഒരു നുള്ളു സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്ത ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് അതിൽ എണ്ണ നന്നായി ചൂടാവുന്ന സമയത്ത് ഓരോ ഉള്ളികളെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഓരോ സ്പൂണിൻ്റെ വലിപ്പത്തിനാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കയ്യിൽ ഉരുട്ടിയും ഇട്ട് കൊടുക്കാം. ചെറിയ തീയിൽ വെച്ച് എല്ലാ ഭാഗവും നന്നായി പൊരിച്ചെടുക്കാം. ഇനി നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചക്ക ബോണ്ട ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണിത്. ഇതുപോലെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യൂ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ. ഇതുപോലുള്ള പുതിയ റെസിപ്പികൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.